ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ജർമ്മനിയിലേക്ക് ഉള്ളൊരു പാത്വേനെ കുറിച്ചിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് ലാംഗ്വേജ് യൂസ് ആണ്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നാട്ടിലുള്ളവർ ലാംഗ്വേജ് യൂസ് ചെയ്ത് ജർമ്മനിയിൽ വന്നിട്ട് ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് റീസൺസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഫുൾ മൊഡ്യൂൾ ആവാൻ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ മൊഡ്യൂൾ ആയാലും ഇൻ്റർവ്യൂസ് പാസ്സാവാനും ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, പല എംപ്ലോയീസും ഇപ്പോൾ നാട്ടിൽ നിന്ന് ഹയർ ചെയ്യുമ്പോഴത്തേക്കും ലാംഗ്വേജ് നല്ലോണം നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒൺസ് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നും കൂടി B2 പഠിക്കാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ജർമ്മനിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ എംപ്ലോയീസിനെ കണ്ടുപിടിച്ച് ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വഴിയാണെങ്കിലും മാറാൻ പറ്റും. അപ്പോൾ നമുക്ക് അവസാനത്തെ 1 മന്തിനുള്ളിൽ വെച്ച് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എന്തായാലും അവരെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നുള്ളൊരു കാര്യം, നമുക്ക് നാട്ടിൽ നിന്ന് ഹൗസ് ബിൽഡിങ്ങിന് ഡയറക്റ്റായിട്ട് വരാനാണെങ്കിൽ പ്രത്യേകിച്ച് ബ്ലോക്ക്ഡ് എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും എഴുതേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ ലാംഗ്വേജ് യൂസ് ചെയ്താണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 6 മാസത്തെ ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ബെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ലാംഗ്വേജ് യൂസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കൈവോക്കിനെ കണക്ട് ചെയ്യാവുന്നതാണ്.